എന്റെ മുമ്പില് ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് അച്ഛൻ പേടിക്കണ്ട. പോലീസിന് തെളിവുകളൊന്നും കിട്ടാത്ത വിധത്തിലാ എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അതോ, അതാ രാഹുല് ഈ കേസിൽ ഇടപെട്ടതുകൊണ്ടാ. അയാള് ശ്രമിച്ചാ ചിലപ്പോ പോലീസ് വേണ്ടതിൽ കൂടുതൽ താല്പര്യം കാണിക്കും. അത് അപകടം ചെയ്യും. പോലീസ് സൈലന്റ് ആവണം. അതേ എനിക്ക് വേണ്ടു. ഒറ്റ മോളായി പോയി, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ പ്രതികരിക്കാം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മതി. ജയിലിൽ പോയി കിടക്കാനൊന്നും എനിക്കൊരു പേടിയില്ല. ഈശ്വര, എന്തൊക്കെയാ അവളീ ചെയ്യുന്നത്? കരഞ്ഞു ബഹളം വെച്ച് ആരെ അറിയിക്കണ്ട. കൊലപാതകം നടന്നത്. മിണ്ടാതിരിക്കണം. ഗണേശ, നീ ആ എസ് ഐ ഒന്ന് വിളിക്കേ. ശരി. എന്ത് ചെയ്യാനാ സാറേ, മക്കൾ ഓരോ കുരുത്തക്കേടുകൾ ഒപ്പിച്ചു വെച്ചാ തന്തമാർക്കല്ലേ അതിന്റെ ടെൻഷൻ. ഇതിപ്പോ ഒരു തടിച്ചി. നമ്മുടെ സ്വാതി, ആ മിസ്സിംഗ് കേസിലെ മറ്റേ പെണ്ണ്, എന്താ അവളുടെ പേര്? ഗൗരി. ഗൗരി. അവൾക്ക് എന്തോ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് സംശയം. സംശയമല്ല, അതാണ് സത്യം. അത് തന്നെ. രണ്ടുപേരും തമ്മിൽ നല്ല അടിയായിരുന്നു. കൂട്ടത്തിൽ കൂടാൻ എന്റെ മോളും. എന്ത് ചെയ്യാനാ, രക്ഷിച്ചെടുക്കാതിരിക്കാൻ പറ്റൂ? പെട്ട രണ്ടുപേരും പെടും. ഗൗരിയും പെടും, വേദയും പെടും. അറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു കൂടിക്കാഴ്ചക്ക് സമയം ചോദിച്ചത്. വേണ്ടത് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. വക്ക് പൊട്ടാത്ത പെടക്കണ 2000-ന്റെ എണ്ണി പെട്ടിയിൽ വെച്ച് തരും. കാണാനില്ലെന്നോ? എന്താ ഗൗരി നീ പറയുന്നത്? നീയും കൂടെ കണ്ടു നിൽക്കുകയല്ലേ ഞാൻ അവളുടെ ശരീരത്തിൽ വിഷം കുത്തിവെച്ചത്? അവള് കുഴഞ്ഞു വീഴുന്നത് കണ്ടല്ലേ നമ്മൾ അവിടുന്ന് അന്ന് ഇറങ്ങിയത്? എന്നിട്ടിപ്പൊ കാണാനില്ലെന്ന് പറഞ്ഞാ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. ഞാൻ കരുതിയത് വേദ ആരെങ്കിലും കൊണ്ട് അതെടുത്ത് മാറ്റിക്കാണുന്നാ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇനി അന്ന് വിളിച്ചു വരുത്തിയമാര് ചെയ്തതായിരിക്കോ? എന്നോട് ചോദിക്കാതെയോ? ഒരിക്കലുമില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അതെങ്ങനെ എനിക്കറിയാം? അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി കാണുന്നുള്ള കാര്യം ഉറപ്പാ. ഉഗ്രശക്തിയുള്ള വിഷമല്ലേ കുത്തിവെച്ചത്? 1 മണിക്കൂറിനുള്ളിൽ മരിക്കുന്നല്ലേ മരുന്ന് തന്ന ആള് വേദയോട് പറഞ്ഞത്? അതെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വേദ. ഇനി വേറെ ആരെങ്കിലും ചെന്ന് സ്വാതിയെ രക്ഷിച്ചു കാണുമോ? അങ്ങനെയാണെങ്കിൽ അവള് വീട്ടിലേക്ക് വരണ്ടേ? ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. പോലീസുകാര് ആശുപത്രികൾ മുഴുവൻ അരിച്ചു പറക്കി. അവിടെ എങ്ങും അവൾ അഡ്മിറ്റ് ആയിട്ടില്ല. പിന്നെ അവൾ എവിടെ? സത്യം പറ, എന്നെ പറ്റിക്കാൻ വേണ്ടിയല്ലേ വേദ നടന്നതൊന്നും പറയാത്തത്? പോലീസ് പിടിച്ച ഞാനെല്ലാം തുറന്നു പറയുന്നു വേദ പേടിക്കുന്നു. അതുകൊണ്ടല്ലേ ആ ബോഡി മറവ് ചെയ്തത് എന്നോടൊപ്പം മറച്ചു വെക്കുന്നത്? ഇല്ലെന്നേ. കൊല്ലാൻ നിന്നെ കൂട്ടു വിളിക്കാമെങ്കിൽ ബോഡി മറവ് ചെയ്തത് പറയാനാണോ വിഷമം? അവൾ ഇവിടെ ഒന്നുമില്ലല്ലോ. ഏട്ടത്തി അടുക്കളയിലൊന്നുമില്ല. ഇതേ ഇവളുടെ സൂത്രം. ഈ വീട്ടിൽ തന്നെ കയറി താമസിക്കാനുള്ള ഇവളുടെ സൂത്രം. അങ്ങനൊന്നും പറയരുത്. ഞാൻ കണ്ടു എന്നുള്ളത് നേരാ. അതെ, പ്രേതമാണെങ്കിൽ ഒരാൾ മരിക്കണ്ടേ? ഏട്ടത്തി മരിച്ചു എന്ന് നിന്നോടാരാ പറഞ്ഞത്? അത് പിന്നെ മരിച്ചു കാണുമല്ലോ, അല്ലെങ്കിൽ പ്രേതമാവൂലല്ലോ. അതെ, ഇത് വെറും അഭിനയ വലിച്ച. ഇവളെ ഇപ്പൊ തന്നെ ഇവിടെ ഇറക്കി വിട്. വലിച്ച അങ്ങനെ പറയല്ലേ. ഇറക്കി വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല.
വല്യമ്മേ, എന്നോട് ക്ഷമിക്ക് വല്യമ്മേ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനടി ക്ഷമിക്കാൻ പറയുന്നേ? അതന്നെ. അത് പിന്നെ ആരും അറിയാതെയാണല്ലോ ഞാൻ ഈ വീട്ടിൽ കയറിയത്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. നീലു പറ, എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? നീല പ്ലീസ് ഡാ. ഇന്നിവിടെ കഴിയട്ടെ, നാളെ നേരം എടുക്കുമ്പോൾ തീരുമാനിക്കാം. ഈ നേരത്തെ ഇറക്കി വിടണ്ട. അപ്പി, ഓ, അല്ല, ഒരു സംശയം ചോദിക്കാൻ വന്നതാ. ഈ പ്രേതത്തിന് ഒറിജിനൽ ആയിട്ടാണോ കണ്ടത്? ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ചോദിക്കാൻ പറ്റില്ല. ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കേ. അയ്യോ, പ്രേതത്തിന്റെ കാര്യം മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവളുടെ ഒരു സംശയം. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്തൊരു കാര്യം? ആ, പിന്നെ പെൺപ്രേത ആയതുകൊണ്ട് ചോര കുടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്റെ ആറ്റല്ലമ്മച്ചി, ഈ അപ്പിക്ക് ഈ ഗതി വന്നല്ല. കാത്തോളുടെ അവളുടെ ഒടുക്കത്തൊരു സംശയം. ദൈവമേ. എങ്ങനെ പോവും? എന്നെ കൊന്ന നിന്നെ കൊല്ലാതെ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? ചരട് നോക്കണ്ട. ചരട് ജപിച്ച് കെട്ടിയത് കൊണ്ടോ തകിട് പൂജിച്ചത് കൊണ്ടോ എന്റെ ബാധ ഒഴിപ്പിക്കാന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ നിന്നെയും കൊണ്ടേ പോവും. ചേച്ചി നോക്ക്. ഗൗരി, അപ്പി, മോളെ ഗൗരി, ഗൗരി, എന്തൊരു പറ്റിയോന്തോ ചേച്ചി? ഗൗരി, അപ്പി, അപ്പി, മോളെ ഗൗരി, അപ്പി, അപ്പി, ഗൗരി. പോയോ? ആര്? പ്രേതം. പ്രേതം? അതെ, സ്വാതിയുടെ പ്രേതം ഞാൻ കണ്ടു വല്യമ്മേ. നിനക്ക് ഭ്രാന്ത? അല്ല വല്യമ്മേ, ഞാൻ കണ്ടതാ. എന്നിട്ട് ഞങ്ങൾ ആരും കാണുന്നില്ലല്ലോ ഈ പ്രേതത്തെ. അതാ എനിക്ക് മനസ്സിലാവാത്തെ. എന്തിനാ എന്റെ മുമ്പിൽ മാത്രം പ്രേതം വരുന്നേ? ഞാനെന്ത് തെറ്റിയതു? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോ ഓർക്കണായിരുന്നു. ചരടും തകിടും ഒന്നും വലിച്ചില്ല. ഇനി ചുട്ടുകോഴി പറപ്പിക്കേണ്ടി വരുന്ന തോന്നുന്ന. എന്റെ അപ്പി നടക്കണ കാര്യം വല്ലതും പറ. പിന്നെ ചുട്ട കോഴി അങ്ങ് പറക്കാൻ പോവല്ലയോ? പറക്കും. അതിന് പറ്റിയ പൂജ. എനിക്കതിന്റെ സത്യം അറിയണം. അല്ലെങ്കിൽ പെടാൻ പോകുന്നത് ഞാനായിരിക്കും. എന്റെ സ്വപ്നങ്ങളായിരിക്കും.